ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വരുണണ്ണന്റെ ചേട്ടൻ വരുണണ്ണനും ജോണേട്ടനും വെച്ചുണ്ടാക്കിയ ഒരു അപരാധത്തിനെ കുറിച്ചാണ്. പടം തുടങ്ങുന്നത് ഒരു ആവശ്യമില്ലാത്ത ഒരു ടൈറ്റിൽ സോങ് കാട്ടിയിട്ടാണ്. ഇത് പടം തീരുമ്പോഴല്ലേ കാണിക്കുക, തന്നെ തുടക്കത്തിൽ കാണിക്കണേ. My life, my rules, my style, my attitude. You love me or hate me, I don't care. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ശ്രീലങ്ക ആയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് മാച്ച് കാണിക്കും. അവിടെ ഒരു മീഷോ വിരാട് കോഹ്ലി ഉണ്ട്. നീ എന്താണ് വിരാട് കോഹ്ലിനെ കണ്ടിട്ടില്ലേ? വിരാട് ഒരു കോലമായത് കണ്ടു. പിന്നെ മാച്ചിന്റെ ഇടയിൽ ഇങ്ങനെ ഓടി റണ്ണെടുക്കുന്ന സമയത്ത് ഷോൾഡർ തെറ്റിയിട്ട് ഇഞ്ചറി ആയിട്ട് പുറത്തേക്ക് പോകും. അപ്പൊ അങ്ങേര് വന്നിട്ട് എനിക്ക് രാജ്യമാണ് വലുതെന്ന് പറഞ്ഞിട്ട് ചുമരുമ പോയിട്ട് ഷോൾഡർ ഒറ്റയിടിക്കും. അപ്പൊ തെറ്റിയ ഷോൾഡർ സെറ്റായിട്ട് ഇങ്ങേര് 360 ആയിട്ട് തലങ്ങും വിലങ്ങും 6 അടിച്ചിട്ട് കളി ചെയ്യിപ്പിക്കും. പിന്നെ അടുത്ത ദിവസം മീഷോ വിരാട് കോഹ്ലിനെ ഒരാൾ കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് ഇവര് ഫോറിൻ മിനിസ്റ്ററോട് കാര്യം പറയും. പിന്നെ മന്ത്രിയുടെ സിസ്റ്റത്തേക്ക് ഒരു മെയിൽ വരും, ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നാ മന്ത്രി ക്ലിക്ക് ചെയ്യും. അത് വല്ല വൈറസോ വല്ല ഹാക്കർമാരാണെങ്കിൽ ഡാറ്റ പോവില്ലേ. വെരി ഇൻട്രസ്റ്റിംഗ് ബട്ട് ഐ ഡോണ്ട് കെയർ. പിന്നെ അതുമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പാകിസ്ഥാൻ തീവ്രവാദി വന്നിട്ട് ഇന്ത്യയും പാകിസ്ഥാനും കൂടിയുള്ള ഫൈനലിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അവനെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറയും. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇത് കേട്ടിട്ട് ആ മന്ത്രി ഷെയ്ഖിനെ വിളിച്ചിട്ട് ജോണേട്ടനെ കേസ് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് വിടണ്ടെന്ന് പറയും. പിന്നെ ജോണേട്ടനെ കാണിക്കും. ലിഫ്റ്റ് വെച്ചിട്ട് ഒരു ഡൂഡ് ജോണേട്ടൻ സിഗരറ്റ് വലിക്കണ കണ്ടിട്ട് വലിക്കരുതെന്ന് പറയുമ്പോൾ അവനെ ചവിട്ടും. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. അറിയാം സാർ, എനിക്ക് ഏത് സ്ഥലത്ത് നിന്ന് നന്നായിട്ട് സിഗരറ്റ് വലിക്കാൻ അറിയാം. എടോ, ഇവിടെ ഒന്നും വലിക്കാൻ പാടില്ലെന്ന്. ഇവിടെ ഒന്ന് സുഖമായിട്ട് വലിക്കാം. ഞാൻ കണ്ടോ. പിന്നെ ജോണേട്ടൻ ക്രഷിനെ കാണാനായിട്ട് ഫ്ലാറ്റിൽ പോണ സമയത്ത് ക്രഷ് വേറൊരാളായിട്ട് ഡിങ്കോൾഫിക്കേഷൻ നടത്തുന്നത് ജോണേട്ടൻ കണ്ടിട്ട് കലിപ്പാവും. ആരെ വിശ്വസിക്കൂടാ ഞാൻ? ആരെ എനിക്കിപ്പോ വിശ്വാസമൊന്നുമില്ല. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരെ സ്നേഹിക്കൂടാ വിശ്വസിച്ച്. പിന്നെ ജോൺ കേസ് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് പോവും. പിന്നെ അവിടുത്തെ ഓഫീസർമാരോട് പറയും എനിക്ക് കേസ് അന്വേഷിക്കാനായിട്ട് ഒരു നെപ്പോ കിഡായിട്ടുള്ള ഒരു പാർട്ട്ണറിന് വേണമെന്ന് പറയും. അപ്പം എന്നെ അങ്ങോട്ട് നമ്മുടെ നെപ്പോ എണ്ണം വരും. അമ്പട കേമാ സണ്ണി കുട്ട മതി, ഇത് മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. പിന്നെ ക്രിക്കറ്റ് കളിക്കാരൻ ഒരു പെണ്ണിന്റെ കൂടെ കാറിൽ കയറിയത് CCTVയിൽ ഒരു കാണും. എന്നിട്ട് ആ പെണ്ണിന്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി പോണ സമയത്ത് നമ്മുടെ നെപ്പോവണ്ണം പാട്ട് വെച്ചിട്ട് പാട്ട് പാടി വെറുപ്പിക്കും. ഇവിടത്തെ ചായക്ക് ചൂടില്ല, ചൊവയില്ല. ഇവിടത്തെ കക്കൂസിന് ഓടില്ല, അടപ്പില്ല. കൊതുകിന്റെ കടിയുണ്ട്, കടികിട്ട ഇടിയുണ്ട്. കുടിക്കുന്ന വെള്ളത്തിന് ക്ലോറിന്റെ മണമുണ്ട്. ലാത്തിയുടെ വടി കൊണ്ട് ചന്തിക്ക് പെടുത്ത ഈർക്കിൽ കൊണ്ടൊരു സൂത്രം കാണിച്ചത് എന്താ വേണ നടക്ക്. പിന്നെ ഒരു രണ്ടുപേര് ആ പെണ്ണിന്റെ വീട്ടിലെത്തും. അപ്പൊ അവിടെ വെച്ച് നെപ്പോവണ്ണൻ ആ പെണ്ണിനെ സ്കാൻ ചെയ്യും. ആരോടും പറയണ്ട, നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. മതിയടാ മതി, നിന്റെ തുപ്പല് വീണ അവിടെ പഴുക്കും. പിന്നെ അവൾ ആ ക്രിക്കറ്റ് കളിക്കാരനെ കണ്ട ഫ്ലാഷ് ബാക്ക് പറയും. ഇവള് പുറത്തു പോണ സമയത്ത് ആ ക്രിക്കറ്റ് കളിക്കാരനെ കണ്ടിട്ട് സെൽഫി എടുത്തിട്ട് ഇവര് കാറിൽ റൈഡ് ചെയ്തിട്ട് ഒരു പാർട്ടിക്ക് പോവും. പിന്നെ അവിടെ വെച്ചിട്ട് അങ്ങേര് പോവാണെന്ന് പറഞ്ഞ് പോയി എന്ന് പറയും. നിങ്ങളിപ്പോ ചോക്കി ഇന്ത്യയും പാകിസ്ഥാനായിട്ട് മാച്ച് നടക്കാൻ പോണ സമയത്ത് ക്രിക്കറ്റ് കളിക്കാരെ പുറത്തിറക്കുമെന്ന്, അതും സെക്യൂരിറ്റി പോലും ഇല്ലാണ്ട്. അതെന്താ അങ്ങനെ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പേട്ടപ്പെടണം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഫ്ലാഷ് ബാക്ക് കഴിയുമ്പോൾ നെപ്പോവണ്ണൻ എൻ്റെ പട്ടീനെ കാണാനില്ല, നീ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോന്ന് അവളോട് ചോദിക്കും. ഇത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോട്ടാ, പട്ടി സാറിന് ആവശ്യം വരും. ഇതൊന്നും ഇന്ന് മനസ്സിലാവില്ല, നാളെ മനസ്സിലാവുള്ളൂ. പിന്നെ അവർ ആ പാർട്ടി നടന്ന സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ പോയി CCTV ചെക്ക് ചെയ്യാണ്ട് ഇവർ ചുമ്മാ വെറുതെ അവിടെ നിന്നിട്ട് ആ സ്ഥലം കണ്ടിട്ട് തിരിച്ചു പോരും. പിന്നെ ഒരു രണ്ടുപേരും ഒരു ഫോട്ടോ കാണും, കില്ലാടി ക്രിക്കറ്റ് കളിക്കാരൻ്റെ കൂടെ നിൽക്കുന്നത്. പിന്നെ ഒരു രണ്ടുപേരും കൂടി കില്ലാടിയുള്ള ബീച്ചിലേക്ക് പോവും. പിന്നെ ഒരു രണ്ടാളും കൂടി കില്ലാടിയോട് ക്രിക്കറ്റ് കളിക്കാരന്റെ കാര്യം ചോദിക്കുമ്പോ കില്ലാടി തുണി ഒരു അവരോട് പറയും. മനുഷ്യനല്ലേ പുള്ളേ, വെച്ചാലെന്താ ഇപ്പൊ മോൻ ചത്തൊന്നും പോലല്ലോ. ഇതെന്താടാ യൂണിഫോമാ? ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ചേട്ടി. പിന്നെ കില്ലാടി ആ ഫ്ലാഷ് ബാക്ക് പറയും. ആ ക്രിക്കറ്റ് കളിക്കാരന്റെ കൂടെ ഒരു സെൽഫി എടുത്തു, അത് കഴിഞ്ഞിട്ട് അങ്ങേര് പോയിന്ന് പറയും. പിന്നെ ദുബായ് പോലീസ് വിളിച്ചിട്ട് ആ ക്രിക്കറ്റ് കളിക്കാരന്റെ ഫോൺ ട്രാക്ക് ചെയ്തെന്ന് പറയും. അപ്പൊ കില്ലാടി പറയും ഞാൻ നിങ്ങളെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോകും. എങ്ങോട്ടാ? വിക്രമാദിത്യനും വേതാളം കൂടെ. പിന്നെ ഫോൺ ട്രാക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഇവർ പോണ സമയത്ത് ജാക്കീനെ അവിടെ വെച്ച് കാണും. എന്നിട്ട് ജാക്കീനെ ഒരു പൊക്കും.
പിന്നെ അവൾ ആ ഫോൺ ഒരു കടയിൽ നിന്ന് പോയിട്ട് അടിച്ചു മാറ്റിയതാന്ന് പറയും. എന്നിട്ട് ആ കടയിൽ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ മറ്റേ മുഖം ക്ലിയർ ആവില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. പിന്നെ നെപ്പോണ്ണന് പട്ടി സാറിന് കിട്ടിയിട്ട് GPS-ഉം ക്യാമറയും സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതൊന്നും ഇന്ന് മനസ്സിലാവില്ല, നാളെ മനസ്സിലാവുള്ളൂ. പിന്നെ ഇവരന്ന് ആ വീഡിയോ ഇട്ട ഡൂഡിനെ ട്രാക്ക് ചെയ്യും. എന്നിട്ട് അവനെ പിടിച്ചിട്ട് 2 ഇടി കൊടുക്കും. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിച്ചിട്ടുണ്ടല്ല, ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. എടുത്തോണ്ട് പോക്കോ ഇനി എന്നെ. പിന്നെ ജാക്കി ആ കടയിൽ കണ്ട ആളുടെ മുഖം സ്കെച്ച് ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കും. പിന്നെ മറ്റവൻ അത് കാട്ടി കൊടുക്കുമ്പോ അവൻ തന്നെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറയും. ഇയാള് നമ്മുടെ വെടി വെക്കാൻ അറിയാത്ത ഷാർപ്പ് ഷൂട്ടർ അല്ലേ? ഓർമ്മയുണ്ടോ ഈ മുഖം? ഇനിയും പഠിച്ചില്ലേ? ഇനിയെങ്കിലും ഒന്ന് കൊള്ളിക്കേട്ടാ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. സംഭവം തെറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെടിവെക്കാൻ അറിയാത്ത ഷാർപ്പ് ഷൂട്ടർ ആ ക്രിക്കറ്റ് കളിക്കാരനെ കിഡ്നാപ്പ് ചെയ്തിട്ട് മെയിൻ വില്ലനായിട്ടുള്ള അക്ഷയ് ഖന്നയ്ക്ക് കൊണ്ടുകൊടുക്കും. അല്ല ഈ പേട്ടപ്പടത്തിൽ എന്തിനാ അക്ഷയ് ഖന്നയ്ക്ക് കാര്യം? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. പിന്നെ ഇവര് ആ ഷാർപ്പ് ഷൂട്ടറിനെ ട്രാക്ക് ചെയ്യും. പിന്നെ അവനെ പിടിക്കാനായിട്ട് ഇവര് പോവും. പിന്നെ ഒരു ആവശ്യമില്ലാണ്ട് ജാക്കിനെ കൂടെ കൂട്ടും. എടാ ഞാൻ വന്നിട്ട് എന്ത് കാണിക്കാനാ? എനിക്ക് നിന്റെ കൂടെ ഐറ്റം ഡാൻസ് കളിക്കണം, നീ കൂടെ വരണം. പിന്നെ ഇവര് ആ ഷാർപ്പ് ഷൂട്ടറുള്ള സ്ഥലത്തേക്ക് പോവും. ജാക്കി എന്നിട്ട് അവിടെ ഐറ്റം ഡാൻസ് കളിക്കും. ഇത് വല്ല ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്. പിന്നെ ഷാർപ്പ് ഷൂട്ടറിന് ഇവന്മാരെ മനസ്സിലായിട്ട് ജാക്കിനെ പൊക്കും. എന്നിട്ട് ഇവര് ജാക്കിനെ രക്ഷിക്കും. പിന്നെ നെപ്പോണ്ണന്റെ ബോൾസ് പൊട്ടും. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്ന നീ എനിക്ക് വേണ്ടി. പിന്നെ വെടിവെക്കാൻ അറിയാത്ത ഷാർപ്പ് ഷൂട്ടറിനെ വെടിവെക്കാൻ അറിയാവുന്ന ഒരു ഷാർപ്പ് ഷൂട്ടർ വെടിവെച്ച് കൊല്ലും. ഒരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ നെപ്പോണ്ണന്റെ പട്ടി സാർ അക്ഷയ് ഖന്നയുടെ അടുത്തേക്ക് പോകും. ആള് പട്ടി സ്നേഹിയായ കാരണം പട്ടീനെ കൂടെ കൂട്ടും. പിന്നെ പട്ടി സാറിനെ കാണാണ്ടാവുമ്പോ നെപ്പോണ്ണൻ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ആ ക്രിക്കറ്റ് കളിക്കാരൻ എവിടെയാന്ന് മനസ്സിലാവും. എന്തുകൊണ്ടും ഡോക്ടറെക്കാൾ നല്ലത് ആ പട്ടി തന്നെ. പിന്നെ ഈ കാര്യം ഇങ്ങനെ അറിഞ്ഞിട്ട് ആ ക്രിക്കറ്റ് കളിക്കാരന് ടൈം ബോംബ് വെക്കും. പിന്നെ ഉമ്മാരെ ക്രിക്കറ്റ് കളിക്കാരനുള്ള സ്ഥലത്തെത്തും. പിന്നെ ആ ഡ്രസ്സ് കീറിയിട്ടുണ്ടെങ്കിൽ ബോംബ് പൊട്ടും. അപ്പൊ അവന്റെ കൈ ഒടിച്ച് നുറുക്കിയിട്ട് അവനെ രക്ഷിക്കും അവിടുന്ന്. പിന്നെ ഇവൻ ഈ കൈയും വെച്ചിട്ട് ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള മാച്ചിന് പോയിട്ട് 6 ഉം 4 അടിച്ചിട്ട് കളി ജയിപ്പിക്കും. ചതിച്ചല്ലോ എന്റെ ഒറാങ്ങുട്ടാ മുത്തപ്പ. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? പിന്നെ നെപ്പോണ്ണനും ജോണേട്ടനും കൂടി പോയിട്ട് അക്ഷയ് ഖന്നേനെ പിടിക്കും. Helicopter, helicopter. അങ്ങനെ പടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെപ്പോണ്ണൻ എനിക്കൊരു ഐറ്റം ഡാൻസും കൂടി കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ കൂടെ ഐറ്റം ഡാൻസ് കളിക്കും. പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്ന് പറന്ന് പറന്നൊരു പൂമ്പാറ്റ ജീവിതം.